പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വീടുതൽ എന്നും പ്രാപിക്കാം, വീടുതൽ എന്നും പ്രാപിക്കാം. ദൈവവിശ്വാസികളാകുന്ന എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. ദിവസം ഒരു നേരം പ്രാർത്ഥിക്കുന്നവരുണ്ട്, 3 നേരം പ്രാർത്ഥിക്കുന്നവരുണ്ട്, 2 നേരം പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അതിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ കണ്ടേക്കാം. ബൈബിൾ നമ്മോട് പറയുന്നത് ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യിപ്പീൻ. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കാൻ, ദൈവം ചെയ്ത ഉപകാരം നന്ദി അർപ്പിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടവിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നശിച്ചുപോകുന്ന ജനത്തിന് വേണ്ടി, കഷ്ടതയിലായിരിക്കുന്നവർക്ക് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി, യെരുശലേമിൻ്റെ സമാധാനത്തിലൂടെയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ബൈബിളിൽ നിയമമുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് പലപ്പോഴും പല അറിവുകളുമില്ല. ഒരിക്കൽ ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് ചോദിക്കും, കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിക്കണം. കർത്താവ് പ്രാർത്ഥനയുടെ മോഡൽ അവർക്ക് പറഞ്ഞു കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുകയും, നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കത്തില്ല. വളരെ അർത്ഥവത്തായ ഒരു ചിന്തയാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോവുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കർത്തൃപ്രാർത്ഥന എന്ന് പറയുന്ന ആ പ്രാർത്ഥനയിൽ ഒരു വാക്യം ഇങ്ങനെയാണ്: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ എന്നൊരു വാക്യം അതിനകത്ത് കിടപ്പുണ്ട്. ഇവിടെയും കർത്താവ് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുക. അതേക്കുറിച്ച് ബൈബിളിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗിരിപ്രഭാഷണം പറഞ്ഞപ്പോൾ കർത്താവ് ഓർപ്പിച്ചത്, നിങ്ങൾ യാഗപീഠത്തിൽ വരുമ്പോൾ, യാഗമർപ്പിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ സഹോദരന് നിങ്ങളോട് വല്ലതുമുണ്ടെന്ന് അവിടെ ഓർമ്മ വന്നാൽ ആ യാഗവസ്തു അവിടെ വെച്ചിട്ട് സഹോദരനോട് പോയി നിരപ്പ് പ്രാപിച്ച് വേണം വന്ന് യാഗം കഴിക്കാൻ ഓർപ്പിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പഴയ നിയമ ഇസ്രായേലിനോട് പറയുന്നൊരു വാക്യം: എൻ്റെ നാമം വിളിക്കപ്പെട്ട ജനം തന്നെത്താൻ താഴ്ത്തി ദുർമാർഗ്ഗങ്ങൾ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവിടെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലത്ത് കഴിക്കുന്ന യാചനയ്ക്കും പ്രാർത്ഥനയ്ക്കും മറുപടി നൽകും. ഇതുപോലെ തന്നെ സദൃശവാക്യങ്ങൾ വായിക്കുമ്പോഴുണ്ട്: ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ച് കളഞ്ഞാൽ അവിടെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, അവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണു മറയ്ക്കും, അവരെത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കത്തില്ല. കാരണം എന്താ? അവരെ കൈ രക്തം കൊണ്ട് പാവം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിൽ ചില ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതിലേറ്റവും വലുത് തെറ്റുകളെ മറച്ചു വെക്കാതെ ദൈവത്തോട് ഏറ്റുപറയേണ്ട കാര്യം ഏറ്റുപറയുകയും മനുഷ്യരോട് ക്ഷമ പ്രാപിക്കേണ്ട കാര്യം ക്ഷമ പ്രാപിച്ചും വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുവാൻ എന്ന ഒരു ചിന്ത നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ മറഞ്ഞു കിടക്കുന്ന ചില തെറ്റുകളോ ലംഘനങ്ങളോ അകൃത്യങ്ങളോ ഒക്കെ കണ്ടേക്കാം. അത് ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിലേക്ക് കാണുകയാണ്. ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, ദൈവമേ എൻ്റെ രഹസ്യ പാപങ്ങളെ ഓർക്കല്ലേ, എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെ ഓർക്കല്ലേ, എൻ്റെ സ്വമേധാപാപങ്ങളെ അകറ്റണമേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ്. ഈ ബൈബിളിനകത്ത് ദാനിയേലിൻ്റെ പ്രാർത്ഥന കാണാം, നെഹമ്യാവിൻ്റെ പ്രാർത്ഥന, എസ്രയുടെ പ്രാർത്ഥന കാണാം. ഇവരൊക്കെ പ്രാർത്ഥിക്കണം. മോശയൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് ഇവർ പ്രാർത്ഥിക്കുമ്പോൾ തങ്ങളുടെയും തങ്ങളുടെ പിതാക്കന്മാരുടെയും പാവം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ദൈവവചനം പഠിക്കുന്ന ഓരോ വ്യക്തികളും എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് രീതിയിലാണ് പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് എന്ന നല്ലൊരറിവ് നമുക്കുള്ള ജീവിതത്തിൽ ഏറ്റവും നല്ലതാണ്. പലപ്പോഴും ഈ അറിവൊന്നുമില്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു വിട്ടാൽ
കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഈ ജനം അടുത്തു വന്ന് എന്നെ ബഹുമാനിക്കുന്നു അതരം കൊണ്ട്, എന്നാൽ ഹൃദയം ദൂരെ തകറ്റി വെച്ചിരിക്കുന്നു. മനുഷ്യകൽപ്പനയായ ജൽപ്പനങ്ങളാണ് പ്രാർത്ഥനയായിട്ട് പലരും പറയുക. ഒന്ന് ഉരുവിട്ടേക്കുക, അത് പ്രാർത്ഥനയായിട്ട് ദൈവം അംഗീകരിക്കുകയില്ല. ഇതിലേറ്റവും ശക്തമായൊരു കാര്യമാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണം, നമ്മുടെ തെറ്റുകൾക്ക് പരിഹാരമുണ്ടാകണം, നമ്മുടെ ലംഘനങ്ങൾ മായ്ച്ചു കളയണം, നമ്മുടെ അകൃത്യങ്ങളെ ദൈവം ഓർക്കരുത്. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ്. മറ്റുള്ളവരോട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭൂമിയിൽ ഒരു ഗ്രൂപ്പായിട്ട് താമസിക്കുന്നവർ, ഒരു ഫാമിലിയിൽ ചിലപ്പം ഭാര്യ, ഭർത്താവ്, അപ്പനമ്മ, മക്കൾ, അവരെ റിലേഷൻ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. നമ്മൾ സമൂഹ ജീവികളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സഭയിൽ കൂടുന്ന വ്യക്തിയാണ്, സഭയിലെ മെമ്പേഴ്സ് കാണും. അവർ തമ്മിലൊരു ഐക്യത ഉണ്ടായിരിക്കണം. തെറ്റുകൾ വന്നേക്കാം, സംസാരത്തിലും ചിന്തയിലും കോപവും ദേഷ്യവും ഒക്കെ നമുക്ക് വന്നേക്കാം. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിനെ മുറിവേക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ സംസാരിച്ചേക്കാം. പക്ഷേ അതിന്മേലൊക്കെ പരിഹാരം വരുത്തിയിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. കുടുംബജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്, കോപിച്ചാൽ നിങ്ങൾ പാവം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുമ്പോഴും കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഇത് പൗലോസ് പറയാൻ കാരണം എന്താ? ഒരു കുടുംബത്തിൽ നമ്മൾ ചിന്തിക്കുക, ഒരു ഭാര്യയും ഭർത്താവും എന്തെങ്കിലും സൗന്ദര്യപ്പടക്കമുണ്ടായി, ഈർഷ്യമുണ്ടായി, അങ്ങനെ വരുമ്പോൾ അവരെ ഹൃദയം എന്ത് ചെയ്തു? അന്യോന്യം അകന്നു കഴിഞ്ഞു, പകയായി, വിദ്വേഷമായി, കോപമായി. അപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? സന്ധ്യാപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന, ഇതൊക്കെ സാധാരണ ദൈവങ്ങൾ ചെയ്യുന്നവരാണ്. ഇങ്ങനെ രണ്ടുപേരും പരസ്പരം മനസ്സുകൊണ്ട് അകന്നിരുന്നാൽ പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചിലരൊക്കെ ചെയ്യാറുള്ളത്, അങ്ങനെ നിങ്ങൾ എന്നോട് കോപിച്ചില്ലേ, ഞാൻ വേറെ ഒന്ന് പ്രാർത്ഥിച്ചോളാം. ഭർത്താവ് ഒരു റൂമിലും ഭാര്യ മറ്റൊരു റൂമിലും വന്നിട്ട് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥിക്കും വല്ല ഗുണമുണ്ട്, ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന മുമ്പേ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കി രണ്ടുപേരും ഐക്യതയോടുകൂടെ പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ സാത്താൻ ഇടം കൊടുക്കുകയാണ്. ദൈവങ്ങളെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ഇങ്ങനെ ചെയ്യുമ്പോൾ സാത്താൻ നമ്മുടെ ഭവനത്തിലേക്ക് കയറും, നമ്മിലേക്ക് കയറുന്ന എൻട്രി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. സാത്താൻ കയറുന്നത് നമ്മളെ തകർക്കാനാണ്. അതോടെ ദൈവം പറഞ്ഞ സാത്താനിടം നിങ്ങൾ കൊടുക്കരുത്, സാത്താനോട് എതിർത്ത് നിന്നിരിക്കണം, സാത്താന് തന്ത്രങ്ങൾ അറിയാത്തവരായിരിക്കരുത്, സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത് എന്നീ വേദവാക്യങ്ങളെ കാണുവാനായിട്ട് കഴിയുക. അപ്പോൾ ഇന്ന് രാവിലെ പ്രസ്താവന ദൈവം ശ്രദ്ധിക്കുക. ഇതാര് പറഞ്ഞു? കർത്താവ് പറഞ്ഞ കാര്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിച്ച് മറുപടി നൽകണമെങ്കിൽ മറ്റുള്ളവരെ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ ഉത്സാഹിക്കണം. ആരോടും ഒരു കയ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പകയുടെ ആത്മാവും നമ്മൾ ഉണ്ടായി അങ്ങനെ വന്നാൽ നമ്മുടെ പ്രാർത്ഥിക്കാൻ മറുപടി ഉണ്ടാകുകയില്ല. പുതിയ വിശ്വാസികളെ, ദൈവത്തെ കൃപയിലേക്ക് വന്നവരെ, നമ്മൾ എത്രമാത്രം ഈ വചനം അനുസരിക്കുന്നുണ്ട്, എത്രമാത്രം ഈ വചനപ്രകാരം നമ്മൾ ജീവിക്കുന്നുണ്ട്, ഒന്നും നമ്മളെ ശോധന ചെയ്യുക. ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുക, ഈ വചനം ഒന്ന് ശ്രദ്ധിക്കാട്ടെ. എന്തിനാണ് ഈ വചനം നമ്മോട് പറയും? നമ്മുടെ അനുഗ്രഹത്തിനാണ്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് പിന്നെയും നമ്മളെ കൈക്കൊണ്ട് വൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതിലൊരു പ്രവൃത്തി കാണണം. ഇന്ന് രാവിലെ നമുക്ക് ദൈവങ്ങളെ ഏൽപ്പിക്കാം. ദൈവത്തോട് നമുക്ക് അല്പനിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് സ്തോത്രം കരയേറ്റിയാട്ടെ. ഇത് കേൾക്കുന്ന ആമേൻ ദൈവമക്കൾ, ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ, അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമോ ഞങ്ങളുടെ ദൈവമേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നല്ല വചനത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. പ്രാർത്ഥിക്കേണ്ടവരിൽ പ്രാർത്ഥിക്കുവാൻ, ആ പ്രാർത്ഥനയിൽ കൂടെ ഒരു വലിയൊരു വിടുതലേറ്റെടുക്കുവാൻ ദൈവം കൃപ നൽകണം. കാരണം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ലോർഡ്. സ്തോത്രം, സ്തോത്രം.